അലി, നമ്മുടെ കളമശ്ശേരി കഞ്ചാവ് കേസിൽ നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. മറ്റേ തെളിവെടുപ്പൊക്കെ വീണ്ടും തുടരുകയാണ്. ആ അന്യസംസ്ഥാന തൊഴിലാളിയുമായിട്ടുള്ള തെളിവെടുപ്പ് പോലീസ് എങ്ങനെ ഏത് ഘട്ടത്തിലാണ് പോവുക? അന്വേഷണം എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ, അതോ ഊർജിതമാണോ? അരുൺകുമാർ, അന്വേഷണം ഈ ഘട്ടത്തിലും ഊർജിതമാണ് എന്ന് തന്നെ പറയാം. കാരണം വിപുലമായ അന്വേഷണം ആ സംഭവത്തിന് ശേഷം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ആളുകൾ തുടരെ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളുമായി ഈ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത ഇന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 വിദ്യാർത്ഥികൾ, 2 പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ മേടിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികളെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഇന്നിപ്പോൾ പറയുന്നത്. അതേസമയം അതിന് സമാന്തരമായി തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നത്. ഈ 2 പേരെ കേന്ദ്രീകരിച്ച് കൊച്ചിയിൽ വിപുലമായിരിക്കുന്ന ഈ ഡ്രഗ്സ് റാക്കറ്റിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ, പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് 9 കിലോ കഞ്ചാവുമായി ഒരാൾ പെരുമ്പാവൂരിലെ ബായി മാർക്കറ്റിൽ നിന്നും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ ഇതര സംസ്ഥാനക്കാർ ഇത്തരത്തിൽ ലഹരിയുടെ വ്യാപകമായ വിൽപ്പന കേന്ദ്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ആ ക്യാമ്പസിൽ നിന്നും കണ്ടെത്തിയ ഇലക്ട്രോണിക് ത്രാസ് ഉൾപ്പെടെയുള്ള കാര്യം. അതായത് ഒരു കലാലയത്തിനകത്തും ഒരു ലഹരി വിൽപ്പന കേന്ദ്രം സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതര സംസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ 2 പേരിൽ നിന്നും ശേഖരിച്ച ശേഷമാകും അവരെ കസ്റ്റഡിയിൽ വാങ്ങുക. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഉണ്ടാവുക. എന്തായാലും ഇന്ന് ഈ 4 വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസിൽ.